തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്നുകുഴി വാർഡിലാണ്. കുന്നുകുഴി വാർഡിലെ NDA സാർ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെന്താ? കാവ്യ. കാവ്യ, ആദ്യമായിട്ടാണ് മത്സരരംഗത്ത്. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്, ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരുപാട് പ്രതീക്ഷയിലാണ് പാർട്ടി എനിക്ക് ഈ ചുമതല തന്നിട്ടുള്ളത്. അത് ഞാൻ എന്റെ 100% അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ. വിജയിച്ച് വന്ന 5 വർഷക്കാലം, വരുന്ന 5 വർഷക്കാലം വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡിലേക്ക് എന്തൊക്കെ ചെയ്യാനാണ് മനസ്സിലൊരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടാവും? പ്രകടന പത്രികയല്ലേ ഉദ്ദേശിക്കുന്നത്, അല്ല ഡ്രീം പ്രോജക്റ്റ് ഉണ്ടാവും. ആ പ്രോജക്റ്റ് എന്തായിരിക്കും? ഡ്രീം പ്രോജക്റ്റ് ഞാനും ഇതൊക്കെ ഇങ്ങനെ ആദ്യമേ വിചാരിച്ചു ഡിക്ലറേഷൻ കഴിഞ്ഞപ്പോ എന്തായിരിക്കും കൊണ്ടുവരേണ്ടതെന്ന്. പക്ഷെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്ന ഇവരെ ഒരുപാട് അവസ്ഥകളുണ്ട്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥകളൊന്ന് മാറ്റണം. അത് അവരുടെ ഒരു വലിയ ഡ്രീമാണ്. അവരുടെ ഡ്രീമാണ് എന്റെ ഡ്രീം. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവരുണ്ട്. ഈ കാണുന്ന കുന്നുകുഴി വാർഡ് എന്ന് പറയുമ്പോൾ മുഖച്ഛായ നോക്കുമ്പോൾ വലിയ വലിയ വീടുകള്, ഫ്ലാറ്റ്, AKG സെന്റർ, നിയമസഭ, ഇതൊന്നും അല്ല. ഇതൊന്നും ആരും കാണുന്നില്ല. ഇതിനുള്ളിലോട്ട് ഒരുപാട് കോളനി, പുറമ്പോക്ക് ഭൂമി, അന്നന്ന് കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, പട്ടയം കിട്ടാത്തവരുണ്ട്, വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഡ്രെയിനേജ് മാലിന്യം ഒഴുകുന്നവരുണ്ട്, പേപ്പട്ടി ശല്യം കാരണം കടിയേറ്റ് ഓരോ വീട്ടിലൊരു കുഞ്ഞ് പേപ്പട്ടി കടിയേറ്റ് അതിന്റെ ഒരു കൈന്റെ ഒരു പാർട്ട് ഫുള്ളും പോയി. തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ ആരും. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് തിരുത്താനുള്ളത്, ഇതൊക്കെയാണ് എനിക്ക് മാറ്റാനുള്ളത്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പുതുതായി എന്തെങ്കിലും പിന്നെ നമുക്ക് കൊണ്ടുവരാൻ ഉണ്ട്. അതെ, തീർച്ചയായും എനിക്ക് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അവർക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള രീതിയിൽ അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. എനിക്കൊരു ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വേറൊന്നും അല്ല, അവര് തൊഴില് മിക്കവർക്കും ജോലിയില്ല. പിന്നെ കുറെ പേര് വീട്ടു ജോലി അത് മോശമായിട്ട് കാണുന്നില്ല. എന്നാലും വീട്ടിൽ ഇരുന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ്. അവര് വീട്ടിൽ നിന്ന് ചെയ്താൽ വീട്ടു ജോലി ഒരു തൊഴിലല്ല. അപ്പൊ അത് ശരിയാണ്, ആൾക്കാരെ കാണും. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലാതെ അവസ്ഥ കൊണ്ട് ചെയ്യുന്നവരുണ്ട്. വീട്ടിൽ നിൽക്കണം, വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കണം, സുഖമില്ലാത്ത മക്കളുണ്ട്. വീട്ടിൽ നിന്ന് അവർക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കേന്ദ്രത്തിന്റെ സഹായം കൊണ്ട് അത് എന്തായാലും നടക്കും. ഞാൻ ആ ഒരു പദ്ധതി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അവിടുന്ന് കൂടെയുള്ള ഹെൽപ്പും അവിടുന്ന് കൂടെ ഒരു ഐഡിയയും എന്റെ ഐഡിയ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് ഇവിടെ കൊണ്ടുവരണമെന്നുള്ളത്. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.